8ാം ദശകത്തിലെ 10ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. തതസ്ത്വദീയാദൈ നാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാർത്ഥമാലാ സംക്ഷേപ രൂപം മുകുളായമാനം. ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമരമുട്ട് ഉണ്ടായതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലയോ ഭഗവാനെ, അനന്തരം ഉള്ളിലടങ്ങിയിരിക്കുന്ന സകല വസ്തുക്കളുടെയും സൂക്ഷ്മാവസ്ഥയെ ധരിക്കുന്നതും വിടർന്നു കഴിയാത്തതുമായ ഒരു തേജോമയമായ താമരമൊട്ട് നിന്തിരുവടിയുടെ നാഭീദ്വാരത്തിൽ നിന്ന് ഉൽപ്പന്നമായി. അതിൽ സമസ്ത വസ്തുക്കളുടെയും സൂക്ഷ്മാവസ്ഥ അടങ്ങിയിരുന്നതിനാൽ അത് ജഗത്തിൻ്റെ എല്ലാം, ഈ ലോകത്തിൻ്റെ എല്ലാം ബീജഭൂതവും ആയിരുന്നു. അതായത് പിന്നീട് അവിടുത്തെ പൊക്കിളിൽ നിന്ന് നാഭീരന്ധ്രത്തിൽ നിന്ന് ഒരു ദിവ്യമായ താമരമൊട്ട് ഉയർന്നു വന്നു. ഈ താമരമൊട്ടിൽ മുമ്പ് പ്രപഞ്ചത്തിലുണ്ടായിരുന്ന എല്ലാ പദാർത്ഥ സമൂഹങ്ങളും വളരെ സൂക്ഷ്മരൂപത്തിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. താമര വിടരുമ്പോൾ അവയെല്ലാം സ്ഥൂല രൂപം പ്രാപിക്കും എന്ന് ചുരുക്കം. തതസ്തുദീയാദൈ നാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാർത്ഥമാലാസം സംക്ഷേപരൂപം മുകുളായമാനം.